അങ്ങനെ ഒസാക്കയിലെ ഷിൻ ഒസാക്ക എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ ഷിൻകാൻസൻ കയറാൻ പോവാണ് ഇവിടുന്ന് ടോക്കിയോയ്ക്ക്. ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടിക്കറ്റ്. ഷിൻ ഒസാക്ക മുതൽ ടോക്കിയോ വരെ 11:57 പുറപ്പെടും. 2:24 അവിടെ എത്തും. ട്രെയിൻ നമ്പർ നോസോമി 378. അതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് 3 സീറ്റ് 9. അതിൻ്റെ തുക 14,720 yen. ഷിൻകാൻസൻ ടിക്കറ്റ്. അങ്ങനെ യൂട്യൂബിലും മറ്റും മാത്രം പരിചയമുള്ള ബുള്ളറ്റ് ട്രെയിൻ അഥവാ ഷിൻകാൻസൻ യാത്ര യാഥാർത്ഥ്യമാവുകയാണ്. ജപ്പാനിലെ ഒസാക്കയ്ക്കടുത്തുള്ള ഷിൻ ഒസാക്ക സ്റ്റേഷനിൽ നിന്ന് ടോക്കിയോ സ്റ്റേഷനിലേക്ക്. സാധാരണ റെയിൽവേ സ്റ്റേഷനും ട്രാക്കും അല്ല, ഷിൻകാൻസണിന് വേണ്ടിയിട്ട് പ്രത്യേക റെയിൽവേ സ്റ്റേഷനും ട്രാക്കുകളും റെയിൽ ലൈനുകളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ തന്നെ ഇതാ അവിടെ കിടക്കുന്ന ഒരെണ്ണം. ഇവിടെ ഇതാ പുറത്തോട്ട് നോക്കുമ്പോൾ മാരിട്ടിൻ്റെ കോട്ടകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ബുള്ളറ്റ് ട്രെയിൻ പാഞ്ഞു വരുന്നുണ്ട്. സ്റ്റേഷനെത്തിയതുകൊണ്ട് സ്പീഡ് കുറവായിരിക്കുമല്ലോ. ഇനി അത് സ്റ്റോപ്പ് ചെയ്തു. ആൾക്കാർ കയറാൻ ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ബാരിയർ പോലെ ഒരു ഡോറുണ്ട്, ഒരു ഓട്ടോമാറ്റിക് ഡോറാണ്. ഇത് തുറക്കുന്നുണ്ട്. അതിൻ്റെ പൈലറ്റ് മാറുന്നുണ്ട്. ലോക്കോ പൈലറ്റ് ഒരാൾ മാറി അടുത്തയാൾ കയറാൻ നിൽക്കുക. ആൾക്കാർ കയറുന്നു ഇറങ്ങുന്നു. ഇവിടെ പിന്നെ ക്യൂ നിൽക്കുന്നതും ഒരാൾ കഴിഞ്ഞ് അടുത്തയാൾ വരുന്നതെല്ലാം വളരെ സമാധാനപരമായിരിക്കും കേട്ടോ. തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, നമ്മുടെ കാറിൻ്റെ വിൻഷീൽഡുമായിട്ട് ഒരു വിൻഷീൽഡും അതിൻ്റെ ഒരു എയറോഡൈനാമിക് ഡിസൈൻ കണ്ടോ. വളരെ ഉയർന്ന വേഗം കൈവരിക്കാൻ വേണ്ടിയിട്ടും കാറ്റിൻ്റെ കർഷണം ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു പ്രത്യേക ഡിസൈനാണിത്. മണിക്കൂറിൽ ഏകദേശം 300 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യുന്നത്. ഞാനതിൻ്റെ ലോക്കോ പൈലറ്റോട്ട് ചെറുതായിട്ട് ആശയവിനിമയം നടത്തി. ഇത് ക്യോട്ടോയിലേക്ക് പോകുന്ന ഒരു നോസോമിയാണ്. ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ തന്നെ പല കാറ്റഗറി ഉണ്ട്, സ്പീഡ് അനുസരിച്ചും നിർത്തുന്ന സ്റ്റോപ്പുകൾ അനുസരിച്ചും ഒക്കെ. അതിനകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കാറ്റഗറിയാണ് നോസോമി. ഡോർ അടയുന്നു. അങ്ങനെ അതാ ബുള്ളറ്റ് ട്രെയിൻ വിട വാങ്ങുകയാണ് സ്റ്റേഷനോട്. ഒരു താറാവിൻ്റെ ചുണ്ട് വലിക്കണ്ടല്ലേ അതിൻ്റെ ഫ്രണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു, നമ്മളതിനകത്ത് കയറി കേട്ടോ. ഇപ്പോൾ നമ്മൾ ബുള്ളറ്റ് ട്രെയിനുള്ളിലാണുള്ളത്. ഷിൻകാൻസൻ ഷിൻ ഒസാക്ക ടു ടോക്കിയോ. അതിൻ്റെ 3ാമത്തെ കമ്പാർട്ട്മെൻറ്റിനകത്താണ് നമ്മളുള്ളത്. ഒരു ഫ്ലൈറ്റിനുള്ളിലിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അതിൻ്റെ വിൻഡോയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റ് പോലെ ഉണ്ട്. ഇത് നമ്മുടെ ഉണ്ണിമാഷ് എന്തൊക്കെയോ മൊബൈലിൽ നോക്കുന്നുണ്ട്. 9D 9E ഈ 2 സീറ്റുകളാണ് നമുക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മൾ റിസർവ്ഡ് കോച്ചിലാണ് ഉള്ളത്. അതോടൊപ്പം അൺറിസർവ്ഡ് കോച്ചുകളുണ്ട്. റിസർവ്ഡ് കോച്ചിലാവുമ്പോൾ നമുക്ക് സീറ്റ് കൺഫേം ആണ്. ഇത് ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു
സ്ഥലമാണ്. വാതിലുകൾ, അതുപോലെ വാഷ്റൂംസ്. ഇത് മറ്റൊരു കമ്പാർട്ട്മെൻറ്റ് നമ്പർ 2. ഉള്ളിലേക്ക് കിടക്കാം. ഒരു സൈഡിൽ 2 സീറ്റും മറ്റേ സൈഡിൽ 3 സീറ്റുമാണ്. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല, പല സീറ്റുകളും കാലിയാണ്. നമുക്ക് തൽക്കാലം ഇവിടെ ഇരിക്കാം. ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് വിൻഡോ സൈഡിലൊന്ന് പിടിച്ച് നോക്കാം. കണ്ടോ, പുറകിലത്തെ സീറ്റുകൾ കിട്ടും നിൽക്കുന്നതും കാലിയാണ്. പക്ഷേ ഇനിയൊരു 2.5 മണിക്കൂർ ജേണിയുണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഷിൻകാൻസനിൽ പോകുമ്പോൾ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കപ്പിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് അത് ഒന്ന് പരീക്ഷിക്കണമെന്ന്. അങ്ങനെ ഒരു കപ്പിൽ ഒരു കോഫി ഒഴിച്ചേക്കുന്നതാണ് നീ കാണണേ. എത്രമാത്രം ഇളക്കമുണ്ടെന്ന് നോക്ക്. ഇപ്പോൾ ഏകദേശം 295 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോണത്. അപ്പോൾ അതിന് കാപ്പിക്കുണ്ടാവുന്ന അനക്കം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് കാര്യമായ അനക്കങ്ങളൊന്നും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. പുറത്തേക്ക് നോക്കൂ. 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ടോക്കിയോയിലെത്തി. ടോക്കിയോ സിറ്റി. നമ്മളവിടെ സെൻസോജി ടെമ്പിളിൽ പോയി, സ്കൈ ട്രീ ടവറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ടോക്കിയോയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചു. ഇവിടെ സെൻസോജി ടെമ്പിളിൽ തന്നെയാണ് ഇഷ്ടംപോലെ ആൾക്കാർ, പെൺകുട്ടികൾ കിമോണ ഡ്രസ്സ്, പരമ്പരാഗത ജപ്പാനീസ് വേഷം ധരിച്ച് ഇവിടെ ഉണ്ട്. എന്താണ് കാര്യം എന്നറിയില്ല. ഫോട്ടോഷൂട്ട് പോലെ കാണുന്നുണ്ട്. ജപ്പാനിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏറ്റവും വലിയ അട്രാക്ഷനിലൊന്നാണ് ഈ സാക്കുറ ഫ്ലവർ, അതായത് ചെറി ബ്ലോസം എന്ന് പറയുന്ന ഒരു സീസൺ. ഇവിടെ ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇഷ്ടംപോലെ സാക്കുറ ഫ്ലവേഴ്സ്. എവിടെ നോക്കിയാലും സാക്കുറ ഫ്ലവേഴ്സ് മാത്രം.